بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയങ്കരായ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം സൂറത്ത് യൂസുഫിലെ 16-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ 3 വീഡിയോകളിലായി 15 ആയത്തുകൾ അവസാനിച്ചു. 16-ാമത്തെ ആയത്ത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരന്മാര് യൂസുഫ് നബിനെ കിണറ്റിലിട്ടു. എന്നിട്ട് യാക്കൂബ് നബിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് പോവുക. അവിടെ മുതലാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاءوا أباهم عشاء يبكون قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا وما لو كنا صادقين. 16-ാമത്തെ ആയത്ത്. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. അവര് കളിസ്ഥലത്തു നിന്ന് തിരിച്ചു വന്നു. വരുമ്പോൾ സന്ധ്യാസമയമായിരിക്കുന്നു. കരഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. എന്നിട്ട് പറയാണ്, പിതാവേ, ഞങ്ങള് ഓടിക്കളിക്കുകയായിരുന്നു, മത്സരിച്ച് ഓടുകയായിരുന്നു. ഞങ്ങൾ യൂസുഫിനെ ഞങ്ങളുടെ സ്ഥാനങ്ങളുടെ അടുത്ത് നിർത്തിയിട്ട് അത് നോക്കാൻ വേണ്ടി നിർത്തി. ഞങ്ങൾ കളിയിൽ പെട്ടു, യൂസുഫിനെ പറ്റി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ യൂസുഫിനെ ചെന്നായ പിടിച്ചു തിന്നു. ഞങ്ങൾ പറയുന്നത് അങ്ങ് വിശ്വസിക്കില്ല. ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വിശ്വാസം വരില്ല എന്ന് അവർ ചേർത്ത് പറയുകയാണ്.
പിന്നെ വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഇവർ പറഞ്ഞതിന് തെളിവായിക്കൊണ്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം യാക്കൂബ് നബിക്ക് കാണിച്ചു കൊടുത്തു. യാക്കൂബ് നബി നോക്കിയപ്പോൾ ഇവരെ കള്ളത്തരം പെട്ടെന്ന് മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകനെ കൊന്നു ഭക്ഷിച്ച ചെന്നായ അവന്റെ കുപ്പായത്തിനൊരു കേടും വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ യാക്കൂബ് നബിക്ക് കാര്യം മനസ്സിലായി, ഇവര് കളവാണ് പറയുന്നത്. അങ്ങനെ ഇവര് പറയുന്ന കളവിന്റെ മേൽ എനിക്ക് അള്ളാഹുവിനോട് സഹായം തേടാനുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ 18-ാമത്തെ ആയത്ത്, 16, 17, 18 3 ആയത്തിന്റെ അർത്ഥങ്ങൾ, ആശയം ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ഒറ്റവാക്ക് അർത്ഥം പറയാം, വിശദീകരണം ഉള്ളിടത്ത് അതും പറയാം. ഖാലു വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. വജാഉ അവർ വന്നു, കളിസ്ഥലത്ത് നിന്ന് വന്നു. അബാഹും അവരുടെ പിതാവിൻ്റെ അടുത്ത്. ഇശാഅൻ സന്ധ്യാസമയത്ത്. യബ്കൂന അവർ കരഞ്ഞുകൊണ്ട് വന്നു. അവർ വരുമ്പോൾ കരഞ്ഞിട്ടാ വന്നത്. അപ്പോൾ യാക്കൂബിനെ ചോദിച്ചു, എന്താ മക്കളെ, എന്താ യാ ബനിയ, എന്ത് പറ്റി നിങ്ങൾ കരയണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അതിന് യൂസുഫ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്. ഇത് കാലു അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, ഇന്നാൻ ദഹബന നസ്തബിഖു, ഞങ്ങൾ മത്സരിച്ച് ഓടിക്കളിക്കുകയായിരുന്നു. ദഹബന നസ്തബിഖു, ഞങ്ങൾ മത്സരിച്ച് ഓടിക്കളിക്കുകയായിരുന്നു. തറക്കിന, ഞങ്ങൾ യൂസുഫിനെ ഞങ്ങൾ നിർത്തിപ്പോയി, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയി. എവിടെ? എന്ത മത്തായിന, ഞങ്ങളുടെ സാധനങ്ങൾ വെച്ച സ്ഥലത്ത്. യൂസുഫിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, സാധനങ്ങൾ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിയിൽ ഏർപ്പെട്ടു. അങ്ങനെ ചെന്നായ വന്നു, ഫഅക്കലഹു ദീബു, അവനെ ഭക്ഷിച്ചു. ഇതാണ് അവർക്ക് പറയാനുണ്ടായ കാര്യം. യൂസുഫ് കിണറ്റിലാണ് കിടക്കുന്നത്. ഇവര് പറഞ്ഞ കളവുകൾ യൂസുഫ് നബിക്ക് മനസ്സിലാവാൻ പറ്റിയൊരു വാചകം അവരിവിടെ പറയുന്നുണ്ട്. വമാ അന്ത ബി മൂമിനില്ലന, ഞങ്ങളെ നിങ്ങൾ വിശ്വസിക്കില്ല. ഓരോ കുന്ന സോദത്തിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോലും ഞങ്ങൾ വിശ്വസിക്കില്ല. അപ്പൊ സത്യമല്ലേ ഇപ്പൊ പറഞ്ഞത് എന്നുള്ള സംശയം അവിടെ വരാനിടയുണ്ട്. അതിന്റെ പേരിൽ യാക്കൂബിനേക്ക് മനസ്സിലായി ഇവന് പറഞ്ഞത് കളവാണ്. എന്നിട്ടോ ജാഉ, അവർ കൊണ്ടുവന്നു, അവർ വന്നു, ഖമീസിഹി, അവൻ യൂസുഫിന്റെ കുപ്പായവുമായിട്ട്, ബിദമിൻ കദിബിൻ, കള്ളച്ചോരയിലുള്ള പുരണ്ട കുപ്പായമായിട്ട്. കള്ളച്ചോര എന്ന് പറഞ്ഞത് യഥാർത്ഥ ചോര യൂസുഫിന്റെ ചോരയാണല്ലോ. യൂസുഫിനെയാണ് ചെന്നായ പിടിച്ചത്. അപ്പൊ യൂസുഫിനെ തിന്നുമ്പോൾ യൂസുഫിന്റെ ചോരയാണ് കുപ്പായത്തിൽ വരേണ്ടത്. അതല്ലാതെ അതിന് എതിരായിട്ട് ഏതോ ആടിനെ അറുത്തിട്ട് ആ ചോര കുപ്പായത്തിലാക്കി അത് കൊണ്ടുവന്ന് കാണിക്കുക യാക്കൂബിന്. അപ്പൊ ഇത് കണ്ടപ്പോൾ യാക്കൂബിന് കാര്യം മനസ്സിലായി, ഇവര് പറയുന്നതെല്ലാം കളവാണ്. എന്നിട്ട് യാക്കൂബ് നബി എന്താ പറഞ്ഞ? കാല, യാക്കൂബ് നബി പറഞ്ഞു, ബൽ, എന്നല്ല, സവ്വലത്തിലക്കും അംഫുസുക്കും, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഭംഗിയായി തോന്നിച്ചു. സവ്വലത്ത്, നിങ്ങൾക്ക് ഭംഗിയായി തോന്നിച്ചു. ലക്കും, അംഫുസുക്കും, നിങ്ങളുടെ മനസ്സ്, അമ്പൻ, ഒരു കാര്യത്തിൽ. അതുകൊണ്ട് നല്ലതായ ഒരു ക്ഷമ കൈക്കൊള്ളുകയാണ് നല്ലത് എന്ന് യാക്കൂബ് നബി പറഞ്ഞു. ഫസബ്റുൻ ജമീൽ, നല്ലതായ ഒരു ക്ഷമ കൈക്കൊള്ളുന്നു ഞാൻ എന്ന് പറഞ്ഞു. ഫസബ്റുൻ ജമീൽ, സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക, ക്ഷമയുടെ
ക്ഷമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വന്തം മകനെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ നഷ്ടപ്പെട്ട യൂസുഫിനെ നഷ്ടപ്പെട്ടാൽ ഒരു പിതാവിനുണ്ടാവുന്ന വിഷമങ്ങൾ പലതുമാണ്. അപ്പോൾ ആ ക്ഷമയിൽ അക്ഷമനായി എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണ്ട എന്നുള്ളതാണ് സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ നിലയിൽ യാക്കൂബ് നബി അക്ഷമനായിക്കൊണ്ട് അവരോട് ഒന്നും പറയാതെ തന്നെ സബ്റുൻ ജമീൽ എന്ന് പറഞ്ഞിട്ട് വല്ലാഹുൽ മുസ്താനു അലാ മാ തസിഫൂൻ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കളവുകളുണ്ടല്ലോ, ഈ കളവുകളുടെ മേൽ എനിക്ക് സഹായം അഭ്യർത്ഥിക്കുവാനുള്ളത് അള്ളാഹുവിനോടേ ഉള്ളൂ. അതുകൊണ്ട് വല്ലാഹു അല്ലാഹു ആണെന്നുള്ള മുസ്താൻ, എനിക്ക് സഹായം അഭ്യർത്ഥിക്കപ്പെടുവാനുള്ളത് അലാ മാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞ കളവിൻ്റെ മേൽ. അങ്ങനെ അപ്പോൾ ഈ 17, 16, 17, 18 മൂന്നായത്തുകളുടെ മീനിങ് ആണ് കൊടുക്കുന്നത്. പിന്നെ വജാഅത്ത് സയ്യാറത്തും ഫഅർസലൂ വാരിദഹും ഫഅദ്ലാ ദൽവഹു ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം ഫഅസ്റൂഹു ബിദഅതൻ വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. വജാഅത്ത് സയ്യാറത്ത്, ഇനി കിണറിൽ കിടത്തുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു യാത്രാ സംഘത്തെ കാണുന്ന രംഗമുണ്ട്. അല്ലെങ്കിൽ യാത്രാ സംഘം വന്ന് വെള്ളം കോരാൻ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ കിണറ്റിൽ ഒരു ബാലൻ കിടക്കുന്നുണ്ട്. കാണാൻ വളരെ സുന്ദരനായ, വളരെ കൗതുകമുള്ള ഒരു കുട്ടി. അതാണ് അടുത്ത രംഗം. 19ാമത്തെ ആയത്തിൽ അതാണ് വിവരിക്കുന്നത്. വജാഅത്ത് സയ്യാറത്തുൻ, വജാഅത്ത് വന്നു, സയ്യാറത്തുൻ ഒരു യാത്രാ സംഘം. ഫഅർസലൂ, എന്നിട്ട് അവരൊരുത്തിൽ തമ്പടിച്ചു. യാത്രാ സംഘം വന്നിട്ട്, ഈ യാത്രാ സംഘം വരുന്നത് മദിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. മദിയൻ എന്നുള്ളത് ഷുഐബ് നബിയുടെ സ്ഥലമാണ്. ഷുഐബ് നബിയുടെ സ്ഥലമായ മദിയൻ, അത് ഈജിപ്തിന്റെ ഒരു ബോർഡറിലുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടുന്ന് വരുന്ന യാത്രാ സംഘത്തിന് വഴി തെറ്റി ഈ കിണർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തു കൂടിയാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ അവിടെ വന്ന് അല്പം വിശ്രമിക്കാൻ വേണ്ടി അവിടെ തമ്പടിച്ചു. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരാളെ അയച്ചു. വെള്ളം എവിടെയിലുണ്ടെങ്കിൽ വെള്ളം കോരി വരാൻ വേണ്ടിയിട്ട് ഒരാളെ അയച്ചു. അങ്ങനെയാണ് ഈ കിണർ കണ്ടെത്തിയത്. അപ്പോൾ വജാഅത്ത് സയ്യാറത്തുന്നൊരു യാത്രാ സംഘം വന്നു. ഫഅർസലൂ, അവരയച്ചു വാരിദഹും, വെള്ളം കൊണ്ടുവരുന്ന ആളെ അയച്ചു. വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റും പിന്നെ കയറൊക്കെ കിണറ്റിലേക്ക് ഇറക്കുന്നതാണ് സന്ദർഭം. ഫഅദ്ലാ ദൽവഹു, അവൻ്റെ ആ ബക്കറ്റ് കിണറ്റിലേക്ക് ഇറക്കി. ഉടനെ തന്നെ അവൻ കിണറ്റിലേക്ക് നോക്കുമ്പോൾ അവൻ പറഞ്ഞുപോയി, യാ ബുശ്റാ, വളരെ സന്തോഷം, എന്തൊരു സന്തോഷം. ആദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഒരു കുട്ടി. കിണറിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു കുട്ടിയെ കണ്ടു. അപ്പോൾ അവൻ സന്തോഷത്തോടെ വിളിച്ചു പറയാണ്, യാ ബുശ്റാ. ആരും പേരെടുത്ത് വിളിക്കുകയല്ല. യാ ബുശ്റാ എന്ന് പറഞ്ഞാൽ അറബികളുടെ ആ ശൈലി അനുസരിച്ച് യാ ബുശ്റാ, സന്തോഷമുള്ള സമയത്ത് പറയുന്ന വാക്കാണ് യാ ബുശ്റാ എന്നുള്ളത്. അപ്പോൾ സന്തോഷമേ, ആദാ ഗുലാം, എന്തൊരു സന്തോഷം. ആദാ ഗുലാം, ഇതൊരു കുട്ടി, കിണറിൻ്റെ അടിയിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളത് അവൻ്റെ സംഘത്തിൽപ്പെട്ട മറ്റാളുകളെ അറിയിക്കാനും കൂടിയാണ് ഈ രണ്ട് വേർഡ് ഉച്ചരിച്ചത്, യാ ബുശ്റാ ആദാ ഗുലാം. അങ്ങനെ കുട്ടിയെ കിണറ്റിൽ നിന്ന് കയറ്റി. എന്നിട്ടോ ഇവൻ ഒരു അടിമക്കുട്ടിയാവും. എങ്ങനെയോ ചെയ്തെന്ന് രക്ഷപ്പെട്ട് ഒളിക്കാൻ വേണ്ടി അവൻ ഇവിടെ വന്ന് ഇതുവരെ എത്തി.
കാല് തെറ്റി കിണറ്റിൽ വീണു, കിണറാണെന്ന് അറിയാതെ. ഇതാണ് അവർ ധരിച്ചു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവര് കുട്ടീനെ ഈ നിലയിൽ പരസ്യമാക്കൽ വളരെ പ്രശ്നത്തിൽ എത്തിച്ചേരും. കാരണം ഈ ആളുകൾ ഇവനെ പിന്തുടരുന്നുണ്ടാവും, ഇവൻ ഓടിപ്പോന്ന ഈ കുട്ടിയെ പിന്തുടരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കും പ്രശ്നമാവും എന്ന് വെച്ചിട്ട് ഇവന്റെ കാര്യം വളരെ രഹസ്യമാക്കി വെച്ചു. നമ്മൾക്കത് ആവശ്യക്കാരുണ്ടാവും. കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ അടിമ മാർക്കറ്റുകളൊക്കെ ഉള്ള കാലമാണ് അന്ന്, അടിമ വ്യവസായം നടക്കുന്ന കാലമാണ്. അപ്പോൾ അസറൂഹ് ബിദാഅത്തൻ, ഇതിനൊരു കച്ചവടച്ചരക്കാക്കി അവർ രഹസ്യമാക്കി വെക്കാൻ. ഇവൻ ഓടിപ്പോകുന്നൊരു സയ്യിദിൽ നിന്ന് ഓടിപ്പോകുന്ന അടിമയാണ്, അവനെ അന്വേഷിച്ച് അവൻ്റെ ആളുകൾ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമാണ് എന്ന് വെച്ചിട്ട് രഹസ്യമാക്കി വെച്ചു. വസറൂഹ് ബിദാഅത്തൻ, അവർ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഈ കച്ചവടച്ചരക്കാണെന്ന നിലയിൽ അവർ ഒളിപ്പിച്ചു വെച്ചു. വല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അവർ ചെയ്യുന്നത് അള്ളാഹുവിന് നല്ലപോലെ അറിയാം. അതിൻ്റെ പേരിൽ അവർ കച്ചവടച്ചരക്കാക്കി അതിനെ ഒളിപ്പിച്ചു വെച്ചു. വജാഅത്ത് സയ്യാറത്തും ഫഅർസലൂ വാരിദഹും, ഒരു കച്ചവട സംഘം വന്നു. ഫഅർസലൂ, അപ്പോൾ അവ കച്ചവട സംഘത്തിൽ നിന്ന് ഒരാളെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരാളെ അയച്ചു. അവര് ഫഅദ്ലാദൽ അവൻ്റെ ആ ബക്കറ്റ് കിണറ്റിലേക്ക് ഇട്ടു. യാ ബുഷ്റ, വെള്ളം കയറും ഇതൊക്കെ ആയിട്ട് വെള്ളം കോരാൻ വേണ്ടി ബക്കറ്റ് കിണറ്റിൽ ഇട്ടു. അപ്പോഴാണ് അവൻ ഒരു കുട്ടിയെ കാണുന്നത്. അവൻ വിളിച്ചു പറഞ്ഞു, യാ ബുഷ്റ ആദാ ഗുലാം, ഇതാ ഒരു കുട്ടി കിണറ്റിൽ എന്നുള്ളത്. അങ്ങനെ അവൻ ആ സംഘത്തിലുള്ളവരൊക്കെ കാര്യം മനസ്സിലാക്കി അവിടെ വന്നു. അങ്ങനെ ആ കുട്ടിയെ കിണറ്റിൽ നിന്ന് കയറ്റി. എന്നിട്ടോ അവന് ആരോടും പറയണ്ട, ഇവനന്വേഷിച്ച് പിന്നാലെ ആള് വരുന്നുണ്ടാവും, അതുകൊണ്ട് ഇവൻ ഓടിപ്പോന്ന അബ്ദാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ രഹസ്യമാക്കി വെച്ചു. അവര് അങ്ങനെ യാത്ര തുടർന്നിട്ട് ഇതിൻ്റെ ഈ അടിമകളെ കച്ചവടം ചെയ്യുന്ന മാർക്കറ്റിൽ അവർ പോയി. അങ്ങനെ വിറ്റു. അടുത്ത ആയത്തിൽ പറയുന്നതാണ്, വാങ്ങിയാളെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. വശറഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദത്തിൻ വകാനൂ ഫീഹി മിനസ്സാഹിദീൻ. വശറഹു, യൂസുഫിനെ അവർ വിറ്റു, അല്ലെങ്കിൽ അവനെ അവർ വിറ്റു. വശറഹു, അവനെ അവർ വിറ്റു. ബിസമനിൻ ബഖ്സിൻ, കുറഞ്ഞ വിലയ്ക്ക്. ദറാഹിമ മഅദൂദത്തിൻ, അഥവാ വളരെ കുറഞ്ഞ ദിർഹമിന്, ഏതാനും ദിർഹമിന്. ദിർഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസിയാണ് ആ കാലത്ത്. ദറാഹിമ മഅദൂദത്തിൻ, ഏതാനും ദിർഹമിന് വിറ്റു. സമന ബഖ്സ് എന്ന് പറഞ്ഞത് കുറഞ്ഞ വില. കുറഞ്ഞ വില എന്താ? ഏതാനും ദിർഹം. ഇബ്നു അബ്ബാസ് പറയുന്നത്, റളിയല്ലാഹു അൻഹു പറയുന്നത്, 20 ദിർഹമിനാണ് കച്ചവടം കഴിഞ്ഞതെന്ന്. 20 രൂപയ്ക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെ 20 ദിർഹമിനാണ് കച്ചവടം കഴിഞ്ഞത്. കാരണം എന്താ? വകാനൂ ഫീഹി മിനസ്സാഹിദീൻ. മേൽപ്പറഞ്ഞ കാരണങ്ങളെ അനുസരിച്ച് യൂസുഫിൽ വലിയ താല്പര്യം ഇവർക്ക് ഉണ്ടായില്ല. കാരണം ഒരു കാര്യം, ഇവൻ ഓടിപ്പോന്ന അബുദാവും, ഓടിപ്പോകുന്ന അബുദിന്റെ പിന്നാലെ അവനെ അന്വേഷിച്ച ആളുകൾ വരുന്നുണ്ടാവും. അപ്പൊ അത് എങ്ങനെയും കൊടുത്തിട്ട് വേഗത്തിൽ ഒഴിവാകാൻ നല്ലത് എന്നുള്ള ചിന്തയിൽ അവനെ വെച്ചിരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. വകാനൂ ഫീഹി മിനസ്സാഹിദീൻ, അവര് യൂസുഫിനെ അവരുടെ കൂടെ നിലനിർത്തുന്നതിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതിന് ഇതാണ് കാരണം. അങ്ങനെ കച്ചവടം കഴിഞ്ഞു. 20 ദിർഹം കൊടുത്ത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച്
20 ദിർഹം കൊടുത്തുകൊണ്ട് വാങ്ങിക്കൊണ്ട് അവനെ വിറ്റു. 20-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 21-ാമത്തെ ആയത്ത് മിസ്ര എന്നാണ്. അത് അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.